എൻ്റെ പേര് ബിന്ദു. ഞാൻ റീജിയണൽ PF കമ്മീഷണറാണ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കണ്ണൂർ റീജിയണൽ ഓഫീസിൽ. ഇത് അക്കൗണ്ട്സ് ഓഫീസർ സുധീൻ അശോകൻ, മഹേഷ് സർ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ്. എല്ലാവരും നിങ്ങളെ പ്രത്യേകമായിട്ട് ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ടുള്ള ലേബർ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ളൊരു തൊഴിൽ മന്ത്രാലയം നടത്തുന്ന ഒരു തൊഴിലാളികൾക്ക് ഔദ്യോഗികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ സുരക്ഷ അവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സ്കീം 2025 ഓഗസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ് സ്കീമിന്റെ പേര്. അപ്പോൾ അതിൻ്റെ കീഴിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സമാന്തരമായി ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. അപ്പം അതിനെക്കുറിച്ച് വേണ്ടത്ര പബ്ലിസിറ്റി എല്ലാവരിലും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി വിജ്ഞാൻ ഭവനിൽ 19-ാം തീയതി നടത്തുന്ന ഒരു പ്രത്യേക ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തെരഞ്ഞെടുത്ത ഒരു 200 സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ അങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. അതിൽ 6 റീജിയണൽ ഓഫീസസ് കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ റീജിയണൽ ഓഫീസ് ഈ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ 19-ാം തീയതി റെപ്കോ ഭവനിൽ വെച്ച്, സൗത്ത് ബസാറിലെ റെപ്കോ ഭവനിൽ 5 തൊട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഇത് കണ്ണൂർ റീജിയണൽ ഓഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1500ഓളം എസ്റ്റാബ്ലിഷ്മെന്റ് ഈ സ്കീമിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 10200ഓളം തൊഴിലാളികൾക്ക്, പുതിയതും പഴയ ജോലിക്കാർ പുതുതായി ജോലി വന്നതുമായിട്ടുള്ള 10,000ഓളം ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ട് ഈ സ്കീമിൽ. ഏകദേശം 12,20,000 രൂപ. ഓഗസ്റ്റിൽ ഈ സ്കീം തുടങ്ങി ജനുവരി 26 വരെയുള്ള 6 മാസത്തിനുള്ളിൽ 12,20,000 രൂപ തൊഴിലാളികൾക്കും തൊഴിൽ ഉടമകൾക്ക് 90 ലക്ഷത്തോളം തുകയും പാസ്സായിട്ടുണ്ട്, കൊടുത്തു വരികയാണ്. ഈ ഒരു സ്കീമിനും അതിനെക്കുറിച്ചൊരു വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന മെയിൻ ഫംഗ്ഷൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രസ് മീറ്റ്. സ്കീമിനെ കുറിച്ച് കൂടുതൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. തുടങ്ങിയിട്ട് 6 മാസത്തിൽ കൂടുതലായി. അതിനെക്കുറിച്ച് സ്കീമിനെ കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട്സ് ഓഫീസർ ഇതിന്റെ സ്കീമിന്റെ പേര് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ്. അതായത് ഇതിന്റെ ഇന്റൻഷൻ എന്താന്ന് വെച്ചാൽ ന്യൂ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. പുതിയതായിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് 99,446 crore ആണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ബേസ് ആയിട്ടാണ്. ഒന്ന്, എംപ്ലോയീസിനും ബെനിഫിറ്റ് കിട്ടും, ഈ പുതിയതായിട്ട് ജോലിക്ക് എടുക്കുന്ന എംപ്ലോയർക്കും ബെനിഫിറ്റ് കിട്ടും. എംപ്ലോയിക്കും എംപ്ലോയർക്കും 2 കൂട്ടർക്കും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്കീമാണ്. കൂടാതെ ഇത് ഡയറക്റ്റ് ആയിട്ട് അവരെ കൺസേൺ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അല്ലാണ്ട് നിങ്ങൾ ആദ്യം അടച്ചതിന് ശേഷം കുറയ്ക്കൊന്നുമില്ല. നേരിട്ടിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്കും എംപ്ലോയർക്ക് പാൻ ലിങ്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. ഇത് സ്കീം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥാപനത്തിൽ നിലവിലുള്ള എംപ്ലോയീസിന്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയീസിന് ഒരു മാസത്തെ സാലറി സബ്ജക്ട് ടു എ ലിമിറ്റ് ഓഫ് 15% ഈ എംപ്ലോയീസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 തവണയായിട്ട് വർഷത്തിൽ 2 തവണ 6 മാസം കൂടുമ്പോഴാണ് ആദ്യത്തെ തവണ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെ 2 തവണ, വർഷത്തിൽ 2 തവണയായിട്ട് ഈ എംപ്ലോയീസിന്റെ അക്കൗണ്ടിലേക്ക് മാക്സിമം 15,000 ആണ് ക്രെഡിറ്റ് ചെയ്യുക. അതായത് 6 മാസം കഴിഞ്ഞാൽ മാക്സിമം 7,500, പിന്നീട് 6 മാസം കഴിഞ്ഞാൽ 7,000. അങ്ങനെയാണ് എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്. ഈ എംപ്ലോയേഴ്സിനുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ എംപ്ലോയേഴ്സ് റിക്രൂട്ട് ചെയ്യുന്ന ഓരോ പുതിയ എംപ്ലോയീസിനും പരമാവധി 3,000 രൂപ വരെ എംപ്ലോയേഴ്സിന് ബെനിഫിറ്റ് കിട്ടും. ഈ പരമാവധി ഉദ്ദേശിക്കുന്ന സാലറി ഇതായിട്ടാണ്. അതായത് 1 ലക്ഷം വരെ സാലറി ഉള്ള ആൾക്കാരെ നമുക്ക് ഈ സ്കീമിൽ ഉൾപ്പെടുത്താം. 15,000 എന്നുള്ള ലിമിറ്റ് ഒന്നുമില്ല. അതായത് 1 ലക്ഷം വരെ സാലറി ഉള്ള ആൾക്കാർക്ക് എംപ്ലോയർ PF കൊടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയർക്ക് ഓരോ ഇന്ത്യൻ
പേരിൽ 3000 വെച്ച് പെർ മന്ത് 2 വർഷം വരെ ബെനിഫിറ്റ് കിട്ടും. മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ആണെങ്കിൽ 4 വർഷം വരെ ഈ ബെനിഫിറ്റ് എംപ്ലോയീസിന് കിട്ടുന്നതാണ്. ഇതും 6 മാസം കൂടുമ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നുള്ളതാണ്. പുതിയ എംപ്ലോയ്മെന്റ് ജനറേഷൻ ചെയ്യുക. അതായത് നിലവിലുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ട് പുതിയ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നല്ല. അതിനെന്താണെന്ന് ഒരു ചെറിയൊരു ക്രൈറ്റീരിയ ആണ്. അതായത് നമ്മൾ പ്രീവിയസ് എംപ്ലോയ്മെന്റ് നമ്മൾ ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യും. അതായത് ഈ സ്കീം തുടങ്ങുന്നത് 1 ഓഗസ്റ്റ് 2025 മുതലാണ്. അപ്പൊ 1 ഓഗസ്റ്റ് 2025 എത്രയാണോ ആ ലിമിറ്റ് നോക്കും. കാരണം അതിന്റെ മുമ്പത്തെ 12 മാസത്തെ ആവറേജിന്റെ ബേസിലാണ് നമ്മൾ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നത്. അതിന് മുകളിൽ 50 എംപ്ലോയീസ് വരെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ മിനിമം 2 പേരെ പുതിയതായിട്ട് എടുത്താൽ പോലും ആ സ്കീമിന് ആ എംപ്ലോയർ ആക്കാനാവും. ആ എംപ്ലോയറും ആ എംപ്ലോയിയും. പിന്നെ 50 കൂടുതൽ എംപ്ലോയീസ് ജോയിൻ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ മിനിമം 5 പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയീസിന് ആ ബെനിഫിറ്റ് കിട്ടും. ഇത് കൂടാതെ ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിനും ഒരു മാസം ഒരു മാക്സിമം 15,000 വരെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 6 മാസം കൂടുമ്പോൾ അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഈ സ്കീമിന്റെ ഒരു ജനറൽ. അതായത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഇൻസെന്റീവ് കൊടുക്കാൻ ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എംപ്ലോയീസ് ആണ് ഇൻസെന്റീവ്. ഈവൻ ന്യൂ ജോയിനീസ് ആണെങ്കിൽ പോലും എംപ്ലോയർക്ക് ബെനിഫിറ്റ് കിട്ടും. കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ ന്യൂ ജോയിനീസും ഇതും എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ഓഗസ്റ്റ് 2025 ശേഷം പുതിയതായിട്ട് ഒരു PF എൻറോൾമെന്റ് എടുത്ത്, അതായത് UN നമ്പർ എടുത്തിരിക്കുന്ന എംപ്ലോയി ആണെങ്കിലാണ് അത് ന്യൂ എംപ്ലോയി ആണ് PF സംബന്ധിച്ചിട്ട്. അപ്പൊ അവർക്കും എംപ്ലോയീസും അങ്ങനെ ആ ഒരു സ്കീമാണ് 1 ഓഗസ്റ്റ് മുതൽ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് വേണ്ടി ഈ സ്കീമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ 99,446 crores ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാഡം പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഈ ഫസ്റ്റ് 6 മാസത്തിനുള്ളിൽ ഇത് നമ്മൾ കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ളതിന്റെ ബെനിഫിറ്റ് എമൗണ്ട് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് നമ്മളിപ്പോ പുതിയതായിട്ട് ഈവൺ ഒരു പുതിയ സ്ഥാപനങ്ങൾ കവർ ചെയ്താണെങ്കിലും ഈ 1 ഓഗസ്റ്റ് ആണ് ഇതിന്റെ 1 ഓഗസ്റ്റ് 2025 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതിന് ശേഷം ജോയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ഇതിന് മുമ്പുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഈ ബെനിഫിറ്റിന് കീഴിൽ വരും. അതിന് മുമ്പുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ 20 എംപ്ലോയീസ് ഉള്ള 20 എംപ്ലോയീസിനെ വെച്ചിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ മിനിമം 2 പേര് പുതിയതായിട്ട് ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്താൽ ഈ 2 പേർക്കും 15,000 വെച്ച് കിട്ടുകയും ചെയ്യും. ഈ 2 പേർക്ക് ജോലിക്കെടുത്ത എംപ്ലോയർക്ക് ഒരാൾക്ക് മാക്സിമം 3,000. മാക്സിമം പറയുന്നത് വേജ് കൺസൈൻഡ് വെച്ചിട്ടാണ്. 10,000 വരെയാണ് അവരെ വേജസ് എങ്കിൽ അതിന്റെ 10% ആണ് കിട്ടുക. അതായത് 10,000 വേജസ് ഉള്ളവർ ആണെങ്കിൽ 1,000 ആണ് എംപ്ലോയർക്ക് കിട്ടുക. 10,000 എബോവ് 20,000 താഴെയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് 2,000. 20,000 എബോവ് അപ് ടു 1 lakh ആണെങ്കിൽ 3,000 എംപ്ലോയർക്ക് ഒരു എംപ്ലോയിന്റെ പേരിൽ കിട്ടും. അങ്ങനെ എത്ര എംപ്ലോയീസിനെ കൂടുതൽ എടുത്താലും അത്രയും മൾട്ടിപ്പിൾസ് ഓഫ് 3,000 വെച്ചിട്ട് പെർ മന്ത് കിട്ടും. അത് 6 മാസം കൂടുമ്പോഴാണ് എംപ്ലോയർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ 6 മാസം കൂടുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും സെക്കൻഡ് 6 മാസം കൂടുമ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റും. അങ്ങനെ 2 കൊല്ലം വരെയാണ് ഈ സ്കീമിന്റെ കാലാവധി സാധാരണ എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ച്. മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ആണെങ്കിൽ 4 വർഷം വരെ ഈ ബെനിഫിറ്റ് കിട്ടും. ഇതിന്റെ ഉദ്ദേശം എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്, ന്യൂ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും അതാ ഞാൻ പറഞ്ഞത്. മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിനാണെങ്കിൽ PF എൻറോൾ ചെയ്യുന്നതോ PF എൻറോൾ ചെയ്യേണ്ടതായ സ്ഥാപനങ്ങൾക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ 4 വർഷം വരെയും അല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ 2 വർഷം വരെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. എല്ലാ സ്ഥാപനങ്ങൾക്കും കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഓൾറെഡി ഉള്ള സ്ഥാപനമാണെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ന്യൂ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. പുതിയതായിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണം. കാരണം ഒരു ഇൻസെന്റീവ് കൊടുക്കല്ലേ ഗവൺമെന്റ്. അതിന്റെ ഉദ്ദേശം പുതിയതായിട്ട് നമ്മളെ രാജ്യത്ത് എംപ്ലോയ്മെന്റ് പുതിയ ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 20 എംപ്ലോയീസ് ഉള്ള സ്ഥാപനം, ഒരു എക്സാമ്പിൾ പറയാണ്, 20 എംപ്ലോയീസ് ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ മിനിമം 2 പേര് ജോയിൻ ചെയ്താൽ ഈ സ്ഥാപനം ഈ എലിജിബിലിറ്റിക്ക് അർഹരായി. ഒരാൾ പോരാ, 2 ആളെ മിനിമം എടുക്കണം. അത് 10 ആളെടുത്താൽ ഈ 10 ആൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഈ 10 ആൾക്ക് എടുക്കുന്ന സാലറിന്റെ ബേസിസിൽ അവരെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇൻസെന്റീവ് എമൗണ്ട് 10 ആളെ പേരിൽ ഓരോ മാസം എംപ്ലോയർക്ക് ബെനിഫിഷ്യൽ കിട്ടും. പക്ഷെ ക്രെഡിറ്റ് 6 മാസം കൂടുമ്പോഴാണ്. അതായത് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുകയും യുവാക്കളിൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷ മാക്സിമം രാജ്യത്തുടനീളമുള്ള യുവാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. പക്ഷെ അത് എത്ര പേരിലേക്ക് എത്തി എന്നുള്ളത് ഈ 6 മാസം ഈ സ്കീം തുടങ്ങിയിട്ട് പബ്ലിസിറ്റി ഗവൺമെന്റ് ലെവലിൽ കൊടുത്തിട്ട് പോലും അത് എത്തേണ്ടതിലേക്ക് എത്തുന്നില്ല. അത് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്
രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് 200 തെരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിലായിട്ട് രാജ്യത്ത് ദേശീയ വ്യാപകമായിട്ട് നടത്തുന്ന ഒരു എണ്ണത്തിൽ കണ്ണൂര് നടത്തുന്നതും അതേ സമയമാണ്. പ്രധാനമന്ത്രി വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന അതേ സമയത്താണ് എല്ലാ സെന്ററുകളിലും സമാന്തരമായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ആളുകളിലേക്ക് എത്താത്തത് എന്നുള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾ ഈ തന്ന ഇത് വായിച്ച ഒരാൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. എന്താണെന്നുള്ളത് വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ എന്താണ് ആ പ്രോഗ്രാം, എങ്ങനെയാണ് അതിനകത്ത് ആളുകൾ എത്തേണ്ടത്, ആ രീതിയിലൊന്ന് പറയും. നിങ്ങൾ പറയുന്ന ഒന്നും സാങ്കേതികമായ വേർഡുകൾ ഉപയോഗിച്ചും സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഇത് വായിച്ച സാധനം ഒരു മനുഷ്യനും മനസ്സിലാവാത്ത രീതിയിൽ അതായത് എന്ത് മനസ്സിലായില്ലേ പറയണം. കാരണം നമ്മള് PF രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും PF ഇനി രജിസ്റ്റർ ചെയ്യാൻ ആയിട്ടുള്ള, അതായത് എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ PF രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ PMVBRY എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വികസിത് ഭാരത്, അത് വീക്ഷിത് ആയി പോയിട്ടുണ്ട്, വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ് ഈ സ്കീമിന്റെ പേര്. ഇതിൽ അർഹരാണ്. ഇത് രജിസ്റ്റർ ചെയ്യാൻ ജസ്റ്റ് എംപ്ലോയർക്ക് അവരെ എംപ്ലോയർ പോർട്ടൽ, നമ്മൾ PF പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് PMVBRY എന്ന് പറഞ്ഞിട്ട് ഒരു മെനു ഉണ്ട്. ആ മെനുവിൽ കയറി ജസ്റ്റ് രജിസ്ട്രേഷൻ നടത്താനേ ഉള്ളൂ. ഇത് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എലിജിബിലിറ്റി സിസ്റ്റം ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഈ എംപ്ലോയീസിന്റെ പേയ്മെന്റ് ഒക്കെ എല്ലാ മാസവും അടയ്ക്കും. എംപ്ലോയർ ECR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എല്ലാം ആ സാങ്കേതിക വേർഡ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അതിന്റെ പേര് അതാണ്. ECR എന്ന് പറഞ്ഞിട്ട് ഇത് ചെല്ലാൻ വഴിയാണ് പേയ്മെന്റ് അടയ്ക്കുക. ഈ ചെല്ലാൻ പേയ്മെന്റ് എംപ്ലോയീസിന്റെ പേരിൽ പേയ്മെന്റ് അടയ്ക്കുമ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കൺസേൺഡ് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ സിസ്റ്റത്തിലും വരും. എംപ്ലോയർ പോർട്ടലിൽ അത് വിസിബിൾ ആവും, ഇത്ര ആൾക്കാർക്ക് ഈ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. എംപ്ലോയർ ചെയ്യേണ്ടത് ഈ PMVBRY എന്ന് പറഞ്ഞിട്ടുള്ള എംപ്ലോയർ പോർട്ടലിലുള്ള ആ ഇതിൽ കയറി രജിസ്റ്റർ ചെയ്യാന്നാണ്. രജിസ്റ്റർ ചെയ്യാനും കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. അവരെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ, പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇത്രയും കാര്യങ്ങൾ, GST നമ്പർ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിലാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഒന്ന് തൊഴിലാളികൾക്ക്, തൊഴിലാളികൾക്ക് ഒന്നും ചെയ്യാനില്ല ഇതിൽ. തൊഴിലാളികൾക്ക് സാധാരണ എംപ്ലോയീസിന്റെ മാതിരി തൊഴിലാളികൾ ഇതിനൊന്നും ചെയ്യാനില്ല. തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ വന്നാൽ സാധാരണ എംപ്ലോയർ അവരെ ജോലിക്ക് എടുക്കും. അവർക്ക് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കും. അത് PF അവർ അടയ്ക്കുകയും ചെയ്യും. എംപ്ലോയർ ആണ് ഇതിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. രജിസ്ട്രേഷൻ ഇപ്പം 1000 സംതിങ് എംപ്ലോയീസ് സ്ഥാപനങ്ങൾ അല്ലെ, 1000 സംതിങ് സ്ഥാപനങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് അതിന്റെ ഒരു ഹെഡേക്കും ഇല്ല, കാരണം പിന്നെ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. കാരണം അവര് സാധാരണ എംപ്ലോയീസിന് സാലറി കൊടുക്കും, അവര് മന്ത്ലി അവരെ പേയ്മെന്റ് അടയ്ക്കും. പേയ്മെന്റ് അടയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് പുതിയ എംപ്ലോയീസ് എന്നുള്ള സിസ്റ്റം ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് അവരെ ബെനിഫിറ്റ് അവർ സൈറ്റിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും. എംപ്ലോയർ സൈറ്റ് തുറന്നാൽ കാണാം ഏതൊക്കെ എംപ്ലോയീസിന് ഇത് എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതിനപ്പുറത്തൊരു കാര്യം, ഇപ്പൊ നമ്മളിപ്പം നോർമലി ഒരു എംപ്ലോയർ രജിസ്റ്റർ ചെയ്യുന്നു, എംപ്ലോയി അതിനകത്ത് PF നൽകാം. റിക്കവറി മെഷേഴ്സ് PF-നുണ്ടല്ലോ, റിക്കവറി നടത്തുന്നുണ്ട്. എങ്ങനെ അത്ര നാൾ കൂടി ആയി കഴിഞ്ഞാലാണ് റിക്കവറി വരുന്നത്? അതായത് ഒരു മാസം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാലും റിക്കവറി ചെയ്യണം എന്നാണ്. 5000 എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളത് ഓരോ മാസവും ECR അടയ്ക്കാതിരിക്കുന്നത് കണ്ടുപിടിച്ച് നെക്സ്റ്റ് മന്ത് ആക്ഷൻ എടുക്കുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 3 മാസത്തിൽ കൂടുതൽ ഡീഫോൾട്ട് വരുത്തുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് തെരഞ്ഞെടുത്ത് അതിനെതിരെ റിക്കവറി ആക്ഷൻ തുടങ്ങുകയാണ്. അത് ആദ്യം റിക്കവറി ആയിട്ടല്ല, അവർക്ക് നോട്ടീസ് അയക്കുക, പിന്നീട് എൻഫോഴ്സ്മെന്റ് ഓഫീസർ സ്ഥാപനത്തിൽ പോയി റെക്കോർഡുകൾ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറഞ്ഞ് അയപ്പിക്കുക. അങ്ങനെ പല ഘട്ടങ്ങളിലും അവസാനത്തെ പാർട്ടാണ് അതിലെ റിക്കവറി എന്ന് പറയുന്നത്. ഈ റിക്കവറി ആക്ഷൻ എടുക്കുന്ന സ്ഥാപനങ്ങളിലും എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് നഷ്ടപ്പെടുന്നില്ല. ഇത് ഈ ഒരു സ്കീമിന്റെ PF-ല് കവറേജ് നടത്തുന്നതും ഈ PMVBRY സ്കീമും രണ്ടായിട്ടാണ് പോകുന്നത്. അതായത് PMVBRY സ്കീമിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും
തൊഴിലാളികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ജോലി വിട്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ കൊടുക്കുന്ന ആനുകൂല്യം എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കണ്ടീഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഘട്ടമായിട്ട് ആ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് 6 മാസം അവർ ആ സ്ഥാപനത്തിൽ തുടർന്നെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ആനുകൂല്യം കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തൊഴിലാളികളെ അതത് സ്ഥാപനങ്ങളിൽ പിടിച്ചു നിർത്തുന്നതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കീം. അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എംപ്ലോയർമാർ ചെയ്യുന്ന ഒരു കാര്യം പലരെയും ഈ PF ഉൾപ്പെടുത്താതെ അതിൽ ബാധ്യതയായി ഉൾപ്പെടുത്താത്ത സാർ, അത് തികച്ചും വേറൊരു വിഷയമാണ്. അത് നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അത് കണ്ടുപിടിക്കുന്നതിനുള്ള ആക്ഷൻസ് PF ഓഫീസ് എടുക്കുന്നുമുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ ഒരു പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സ്കീം സക്സസ്ഫുൾ ആയി നടത്തുക എന്നുള്ളത്. വെച്ചാൽ ഗവൺമെന്റ് ഇത്രയും ലക്ഷം കോടി പൈസ ബജറ്റിൽ വകയിരുത്തി ദേശവ്യാപകമായിട്ട് തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ തുറക്കാനായിട്ട്, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് മേഖലയിൽ കൊടുക്കാനായിട്ട് ഒരു സ്കീം കൊണ്ടുവരുമ്പോൾ അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നതിന്റെ തൊഴിൽ മന്ത്രാലയമാണ് നടത്തുന്നത്. അപ്പോൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന PF ഓഫീസിന് അതിന് ധാർമ്മികമായ ബാധ്യതയുണ്ട്. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക, അത് അതിന്റെ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ സമയാസമയം അവർക്ക് വിതരണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടും ആ സ്കീം ഔപചാരികമായിട്ട് ഒരു ഉദ്ഘാടനം നടക്കാത്തത് കൊണ്ടും പിന്നെ ഈ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന് അതിന്റെ ബെനിഫിറ്റ് വിതരണം ചെയ്യുന്നതിനും പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന ഒരു ചടങ്ങ് അത് വിജ്ഞാൻ ഭവനിൽ നടത്തുമ്പോൾ സമാന്തരമായിട്ട് ബാക്കിയുള്ള സെന്ററുകളിലെല്ലാം ഈ ഫംഗ്ഷൻ നടത്തുന്നു. അത് 19-ാം തീയതി നടത്തുന്നു എന്നുള്ളത് അറിയിക്കാനും ഇങ്ങനെ ഒരു സ്കീം. അപ്പൊ ഈ ഒരു ചടങ്ങ് നടത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തും. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. എംപ്ലോയർ സൈഡിൽ നിന്ന് എന്ത് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാലും എംപ്ലോയിക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടും തന്നെയാണോ? കിട്ടും. അതായത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തുടങ്ങി അത് വർക്ക് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകും. എംപ്ലോയർ അത് എല്ലാ ജീവനക്കാർക്കും എപ്പോഴും ശമ്പളം കൊടുത്തോണ്ടിരിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഈ ബെനിഫിറ്റ് കിട്ടുന്നതിലും വീഴ്ച വരില്ല. അതിനകത്ത് അയാളുടെ പൈസ അടയ്ക്കുമ്പോൾ അതിന്റെ ആനുകൂല്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ബെനിഫിറ്റ് കിട്ടും. എംപ്ലോയർ അടയ്ക്കുമ്പോഴേ കിട്ടും. അല്ല, അതെ, അത് എംപ്ലോയർ ആണ്. ഡിലേ വരുന്നു അതിനനുസരിച്ച് ഡിലേയോ? ഇല്ല, അങ്ങനെയല്ല. അടക്കുന്ന മാസം തന്നെ കിട്ടും. സ്റ്റാറ്റ്യൂട്ടറി 20 ആണ് കുറയ്ക്കുന്നൊക്കെ പറയുന്നു. അത് ഇതുവരെ നടപ്പിലായി. അത് ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവും. ഇത് അങ്ങനെ ചെയ്യാത്ത സ്ഥാപനങ്ങൾ നടപടി ഉണ്ടാകാറുണ്ടോ? അങ്ങനെ കംപ്ലൈന്റ് കിട്ടി കഴിഞ്ഞാൽ കംപ്ലൈന്റിന്റെ നടപടിയിലേക്ക് നമ്മൾ എടുക്കാറുണ്ട്. പോലീസ് എടുക്കാറുണ്ട്. നമ്മൾ വാർത്ത കണ്ടിട്ടില്ല. അതിന്റെ സോളിഡ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ന്യൂസ് റീൽസ് ഇറക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സോളിഡ് ഒരു ഓർഡറും നമുക്ക് കിട്ടിയില്ല. സംഭവം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതല്ലേ? അതെ. ശരിക്കും നമ്മുടെ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് മെസ്സേജുകളൊക്കെ വരണ്ടല്ലേ നമ്മള് ഇത്? അതെ. പിന്നെ ഓൾറെഡി മെമ്പറിന്റെ UN ലിങ്ക്ഡ് ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരണം. പക്ഷെ അതിന് ഒരു കണ്ടീഷൻ ഉള്ളത്, മിനിമം 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ആ UN ലോഗിൻ ചെയ്തിരിക്കണം. 6 മാസത്തിൽ ഒരിക്കൽ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ മെസ്സേജ് സ്റ്റോപ്പ് ആവും. സോ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആക്റ്റീവ് ആവും. ഇതുപോലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അടക്കുന്നില്ല എങ്കിൽ അവർക്ക് ഫൈൻ വരുന്ന അത് ഫൈനും ഉണ്ട്, അതിന്റെ ഡാമേജസ് അടക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. എംപ്ലോയിക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എംപ്ലോയറാണ് അടക്കേണ്ടത്. ബാക്കി ഫൈൻ അഡീഷണൽ ആയിട്ട് ഡെയിലി പെർ ഡേ കിടക്കുന്നത്.